ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം മത്തി എങ്ങനെ തക്കാളി ഇട്ട് പറ്റിക്കാൻ നോക്കാം. വറ്റിച്ചെടുക്കുന്ന മത്തിയാണെന്ന് അധികം വെള്ളമൊന്നും ചേർക്കില്ല. അപ്പം മിക്സിയിൽ തക്കാളി അടിക്കണം. ആദ്യം മത്തി നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം 3 പച്ചമുളക്, പിന്നെ ഒരു 3 വലിയൊരു തക്കാളി മിക്സിയിലിട്ട് അടിച്ച് അതിലേക്ക് വയ്ക്കുക. പിന്നെ അതിന് ഇത്തിരി ഉലുവ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ടാൽ, പക്ഷേ ഞാൻ ഉലുവയാണ് ഇവിടെ ഇടുന്നത്. ആദ്യം ഉപ്പിടുക, പിന്നെ പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത്രയേ ഉള്ളൂ. മല്ലിപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല, തീർന്നു വെക്കുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട്, അളവിനനുസരിച്ചിട്ട് കറി കൂട്ടാം. അപ്പം മല്ലി കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തീർന്നു പോയി. അപ്പോൾ അതിലേക്ക് നല്ലോണം ഇത്തിരി ഉലുവപ്പൊടിയോ അല്ല ഉലുവൻ്റെ സാധാ ഉലുവയോ ഇട്ടിട്ട് നമുക്ക് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടി എടുക്കണം. കൈ കൊണ്ട് ഞെരടി എടുത്താൽ തന്നെ കുറച്ചൊരു 5-10 മിനിറ്റ് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് മീനിലേക്ക് ഇറങ്ങി വരും. തക്കാളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് മീനിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പത്തോ വിറകടുപ്പത്തോ ചൂടാക്കുമ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവാപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഉലുവയാണ് ഇട്ടിരിക്കുന്നത്. ഉലുവ കൂടുതലിടുന്നവൾ ഇട്ടാൽ, പക്ഷേ ഉലുവയുടെ രസം ചിലർക്ക് പിടിക്കില്ല. കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അതായത് മത്തി ഉടഞ്ഞു പോകരുത്, ഇല്ലൊന്ന് സോഫ്റ്റായിട്ടൊന്ന് ഇങ്ങനെ ആക്കി വെക്കുക. തക്കാളി മിക്സിയിലിട്ട് അടിക്കണം കേട്ടോ, എന്നാലന്ന് കറിക്ക് കട്ടി വരും. തക്കാളി വെന്ത് കിട്ടാൻ പ്രയാസമാണ്, അതുകൊണ്ടാണ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചത്. ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക. അല്ലെ ഗ്യാസ് അടുപ്പിലോ വിറകടുപ്പിലോ ഏതടുപ്പത്താലും സാരമില്ല. അങ്ങനെ അടിപൊളി മത്തി പുരട്ടിയത് റെഡി വരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നെയ്യുള്ളതുകൊണ്ട് അതും ഞാൻ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ആ മത്തിയുടെയും നെയ്യുടെയും എണറെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.